ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് എൻ്റെ പപ്പയുടെ ബർത്ത്ഡേ ആണ്. 12 മണിയായിട്ടുണ്ട്. ക്രിസ്മസിൻ്റെ അകത്താണ് ബർത്ത്ഡേ. അപ്പോൾ ഇന്ന് 24th നൈറ്റാണ്. 12 മണി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബർത്ത്ഡേക്ക് എത്ര മിനിറ്റ് കൂടെ? 2 മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചേച്ചിയുണ്ട്, അതുപോലെ അണ്ണനുണ്ട്, അണ്ണൻ്റെ വൈഫുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, എല്ലാവരും ഗിഫ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ അണ്ണൻ്റെ വൈഫാണ്, എല്ലാവരും ഉണർന്നിരിക്കുകയാണ്. പറയാം. അപ്പം ഇവിടെ ഈ റൂമിനകത്തുണ്ട് കേട്ടോ, നല്ല ഉറക്കമാണ്. പിന്നെ ഇതാ തകൃതിയായിട്ട് ഈ സീരിയൽ സെറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്സിന് വേണ്ടി അതിനുള്ള നെട്ടോട്ടമാണ് കാണുന്നത്. ഇവിടെ മേശയിൽ വിരിക്കാൻ ബ്ലാങ്കറ്റ് കിട്ടാത്തതുകൊണ്ട് സാരിയൊക്കെ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. കേക്കിൽ മെഴുകുതിരി കത്തിച്ചിരിക്കുകയാണ്. 56 വയസ്സാണ് പപ്പയ്ക്ക് ഈ വർഷം പൂർത്തിയാവുന്നത്. ക്രിസ്മസിൻ്റെ അതേ ദിവസം തന്നെയാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം 12 മണി ആയിട്ടുണ്ട്. നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ പോവാം കേട്ടോ. എല്ലാവരും വന്നിട്ടുണ്ട്. ചേച്ചി, അണ്ണൻ, അണ്ണൻ്റെ ഭാര്യ, അമ്മ, എല്ലാവരും ഉണ്ട് കേട്ടോ. പിള്ളേർ സെറ്റ് കുറച്ച് പേരൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. 2 പേര് ഇവിടെ, 3 പിള്ളേരുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ ഡൺ. അപ്പം ഞങ്ങൾ ആദ്യം പപ്പയ്ക്ക് സർപ്രൈസ് കൊടുത്തപ്പോഴത്തേക്കും പപ്പ വരാതെയൊക്കെ ഇരുന്നു കേട്ടോ. ഉറക്കം വരുന്നു, നാളെ കേക്ക് കെട്ടിയാമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴും കുറച്ച് ടെൻഷനായി കേട്ടോ ഞങ്ങളെല്ലാവരും. പക്ഷേ പപ്പ പിന്നെ എണീറ്റ് വന്നായിരുന്നു. അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് ഞങ്ങൾ സന്തോഷം പങ്കിട്ടു. പിന്നെ അതിനുശേഷം ഞങ്ങളൊക്കെ പപ്പയ്ക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ പപ്പയ്ക്ക് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം വരെ പപ്പയുടെ ബർത്ത്ഡേ ആഘോഷിച്ചിരുന്നെങ്കിലും അത് ക്രിസ്മസ് പ്രമാണിച്ച് ഒരു കേക്ക് വാങ്ങി അത് പപ്പയെ വിട്ട് കട്ട് ചെയ്യിപ്പിക്കാറേ ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലെ പപ്പയുടെ ബർത്ത്ഡേ ഹൈലൈറ്റ് ചെയ്ത് നൈറ്റ് ഇങ്ങനെയൊക്കെ സർപ്രൈസ് കൊടുത്ത് ഒരു ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ഇതാദ്യമായിട്ടാണ് കേട്ടോ. പപ്പ ശരിക്കും സർപ്രൈസ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ പപ്പയ്ക്ക് 56 വയസ്സായിട്ടുണ്ട്. അങ്ങനെ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ബർത്ത്ഡേക്ക് എല്ലാ മക്കളും എന്തായാലും ഒരുമിച്ച് കൂടാനായിട്ട് ഒരു അവസരം കിട്ടി കേട്ടോ. അണ്ണനാണെങ്കിൽ ആർമിയിലാണ്, പിന്നെ ചേച്ചിയും ഞാനും എല്ലാം ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ബർത്ത്ഡേ അടിപൊളിയായിട്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം.